കല്ലെറിഞ്ഞു കൊല്ലൽ, വെടിവെച്ചു കൊല്ലൽ, യമനിലെ പ്രധാന വധശിക്ഷാ രീതികൾ ഇവയൊക്കെ. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ പാലക്കാട് സ്വദേശിനിയായ നഴ്സ് നിമിഷപ്രിയയ്ക്ക് യമൻ ഭരണകൂടം വധശിക്ഷ വിധിച്ചിരുന്നു. ജൂലൈ 16-ന് വധശിക്ഷ നൽകാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നതെങ്കിലും 15-ന് ഇത് മാറ്റിവെക്കുകയുണ്ടായി. ബിസിനസ് പങ്കാളിയായിരുന്ന യമൻ പൗരൻ തലാൽ അബ്ദോ മഹദിയെ നിമിഷപ്രിയ കൊലപ്പെടുത്തിയെന്നും മൃതദേഹം മറവ് ചെയ്യാൻ ശ്രമിച്ചെന്നുമാണ് അവർക്കെതിരെയുള്ള കേസ്. യമനിലെ നിയമപ്രകാരമുള്ള വ്യവസ്ഥയായ ദിയാദനം നൽകി അവരുടെ മോചനം ഉറപ്പാക്കാൻ കുടുംബവും അവരെ പിന്തുണയ്ക്കുന്നവരെ നടത്തിയ പരിശ്രമങ്ങൾ ഇതുവരെയും വിജയിച്ചിട്ടില്ല. നഷ്ടപരിഹാരം നൽകുന്നതിന് പകരമായി ഇരയുടെ കുടുംബം കുറ്റവാളിക്ക് മാപ്പ് നൽകുന്നത് യമനിലെ നിയമവ്യവസ്ഥ അനുവദിക്കുന്നുണ്ടെങ്കിലും നിമിഷപ്രിയയുടെ കേസിൽ ഇതുവരെയും അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇരയുടെ കുടുംബം ഒത്തുതീർപ്പിന് വിസമ്മതിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇസ്ലാമിക നിയമം കർശനമായി നടപ്പാക്കിയ ഹൂതി ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലുള്ള യമന്റെ ഒരു ഭാഗത്താണ് നിമിഷപ്രിയ ഉൾപ്പെട്ട കേസിന്റെ വിചാരണ നടന്നത്. യമനിലെ വധശിക്ഷാ രീതികൾ പ്രാകൃതവും ക്രൂരവുമാണ്. ഫയറിംഗ് സ്ക്വാഡ് ഉപയോഗിച്ച് വെടിവെക്കൽ, കല്ലെറിയൽ, തലവെട്ടൽ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി വധശിക്ഷാ രീതികളാണ് യമനിൽ നിലനിൽക്കുന്നത്. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ അടുത്തിടെ ഫയറിംഗ് സ്ക്വാഡ് ഉപയോഗിച്ച് വെടിവെച്ച് കൊലപ്പെടുത്തിയതാണ് സാധാരണയായി പിന്തുടർന്നു വരുന്നത്. ഇന്ത്യയിൽ തൂക്കുകൊല്ലലാണ് സാധാരണ രീതി. യമനിൽ വധശിക്ഷകൾ മതപരമായ നടപടിക്രമങ്ങൾ പാലിക്കുന്നവയാണ്. കുറ്റവാളിയെ വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് കണ്ണുകെട്ടാറുണ്ട്. ഇതിനു മുമ്പായി അവർക്ക് പ്രാർത്ഥിക്കാനും മതഗ്രന്ഥങ്ങൾ വായിക്കാനും അനുമതിയുണ്ട്. സുതാര്യതയും ന്യായമായ നടപടിക്രമങ്ങളും പാലിക്കാത്തതിനാൽ മനുഷ്യാവകാശ സംഘടനകൾ ഇതിനെ അപലപിച്ചിട്ടുണ്ട്. ഹൂതികളുടെ നേതൃത്വത്തിലുള്ള കോടതികൾക്ക് കീഴിൽ ന്യായമായ നടപടിക്രമങ്ങൾ പലപ്പോഴും പാലിക്കപ്പെടാറില്ല. ന്യായമായ വിചാരണ നടത്തുന്നതിനും നിയമപരമായ പ്രതിനിധികളുടെ സഹായം തേടുന്നത് സംബന്ധിച്ചും അന്താരാഷ്ട്ര നിരീക്ഷണ സംഘങ്ങൾ പലപ്പോഴും ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. വിദേശ പൗരന്മാരുടെ കാര്യം വരുമ്പോൾ മിക്കപ്പോഴും അവർക്ക് ആവശ്യമായ നിയമസഹായമൊന്നും ലഭിക്കാറില്ല. യമനിൽ വധശിക്ഷകൾ നൽകുന്നത് വർദ്ധിച്ചു വരികയാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് ഹൂതി സൈന്യത്തിന് സ്വാധീനമുള്ള വടക്കൻ പ്രദേശങ്ങളിൽ. കൊലപാതകം, ബലാത്സംഗം, ഭീകരവാദം, ചാരവൃത്തി, വിശ്വാസം ഉപേക്ഷിക്കൽ, വ്യഭിചാരം എന്നിവ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് യമനിൽ വധശിക്ഷ നൽകുന്നത് നിയമപരമാണ്. മുമ്പ് പ്രായപൂർത്തിയാകാത്തവർക്ക് പോലും വധശിക്ഷ നൽകിയിട്ടുണ്ട്. ഇതിനെ UN-ഉം മറ്റ് മനുഷ്യാവകാശ സംഘടനകളും വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. യമൻ നിയമപ്രകാരം വധശിക്ഷ ഇളവ് ചെയ്യാനും മാപ്പ് നൽകാനുമുള്ള അധികാരം പ്രസിഡന്റിനാണ്. എന്നാൽ യമനിലെ ഭരണം പല ഘടകങ്ങളായി വിഘടിച്ചു കിടക്കുകയാണ്. ഇത് നടപടിക്രമങ്ങൾ സങ്കീർണമാക്കുന്നു. തെക്കൻ യമൻ ആസ്ഥാനമായുള്ള സർക്കാരിനാണ് അന്താരാഷ്ട്ര അംഗീകാരമെങ്കിലും നിമിഷപ്രിയയെ വിചാരണ ചെയ്ത് ശിക്ഷിച്ച പ്രദേശം ഉൾപ്പെടെ രാജ്യത്തിന്റെ വലിയൊരു ഭാഗത്ത് ഹൂതി ഭരണകൂടമാണ് യഥാർത്ഥ അധികാരം പ്രയോഗിക്കുന്നത്.